ഇന്ന് ഓഗസ്റ്റ് 15 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. പതിവ് പോലെ എല്ലാ വെള്ളിയാഴ്ചകളിൽ ഇതുപോലെ ഇന്ന് ഒരുപാട് സിനിമകൾ റിലീസ് ആയിരിക്കുന്നു. ആദ്യത്തേത് അക്കേനം എന്നൊരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ ഇപ്പോഴത്തെ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ആയിരിക്കുകയാണ്. രണ്ടാമത്തേത് നൈറ്റ് ഓൾവേസ് കംസ് എന്ന വിദേശ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ആയിരിക്കുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ സിനിമ ലഭ്യമാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. മൂന്നാമത്തേത് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സൂപ്പർമാൻ എന്ന വിദേശ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഒരുപാട് പ്രേക്ഷകർ OTT-ക്കായിട്ട് കാത്തിരുന്ന സിനിമയുടെ ഡിജിറ്റൽ റിലീസ് ഇപ്പോഴത്തെ നടന്നിരിക്കുകയാണ്. ആപ്പിൾ TV OTT പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ സിനിമ ലഭ്യമാണ്. നിലവിൽ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസായ സിനിമ കൂടുതൽ ഭാഷകളിലും കൂടുതൽ OTT പ്ലാറ്റ്ഫോമുകളിലും വരും മാസങ്ങളിൽ റിലീസ് ആകുന്നതാണ്. തമിഴിൽ നിന്നുള്ള ഗാംബ്ലേഴ്സ് എന്ന സിനിമ ഇപ്പോഴത്തെ OTT റിലീസ് ആയിരിക്കുന്നു. ആമസോൺ പ്രൈമിലൂടെയാണ് കഴിഞ്ഞ ദിവസം തമിഴ്, തെലുഗു ഭാഷകളിൽ സിനിമ റിലീസ് ആയിരിക്കുന്നത്. ഒരു തെലുഗു സിനിമ വെർജിൻ ബോയ്സ് എന്ന സിനിമ ഇപ്പോഴത്തെ OTT റിലീസ് ആയിരിക്കുന്നു. തെലുഗു OTT പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ സിനിമ ലഭ്യമാക്കിയിരിക്കുന്നത്. ഇന്ന് മലയാളത്തിൽ നിന്ന് OTT റിലീസ് ആയിരിക്കുന്ന പ്രധാനപ്പെട്ട സിനിമയാണല്ലോ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നായകനായി എത്തിയ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ JSK സിനിമ. അങ്ങനെ C5ലൂടെയാണ് OTT റിലീസ് ആയിരിക്കുന്നത്. ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന ഈ കോർട്ട് റൂം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ മലയാളത്തിന് പുറമെ പാനിന്ത്യൻ ഭാഷകളിൽ ലഭ്യമാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ വൻ പരാജയമായി മാറിയ സിനിമ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അഭിപ്രായങ്ങൾ പറയൂ. അവസാനത്തേത് വിജയ് സേതുപതി നിത്യ മേനോൻ കോംബോയുടെ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ തലൈവൻ തലൈവി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം അങ്ങനെ വന്നിരിക്കുന്നു. തിയേറ്ററുകളിലെ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ ഇപ്പോഴത്തെ കൃത്യം 1 മാസവേളയിൽ തന്നെ OTT റിലീസിനായിട്ടൊരുങ്ങുന്നു. വരുന്ന ആഴ്ച ഓഗസ്റ്റ് 22 മലയാളം ഉൾപ്പെടെയുള്ള പാനിന്ത്യൻ ഭാഷകളിൽ സിനിമ OTT റിലീസ് ആകുമെന്നാണ് ആമസോൺ പ്രൈം OTT പ്ലാറ്റ്ഫോമിന്റെ പ്രഖ്യാപനം. കാത്തിരിക്കൂ കൂടുതൽ OTT വാർത്തകൾക്ക്.